സോ എക്സൈറ്റഡ്. അതായത് ഇപ്പൊ രാത്രി കഴിഞ്ഞു, രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ എന്ന് പറയില്ല, ഇന്ന് ഒരു രാവിലെ 10:15 സായയുടെ ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ 4 പേരും അല്ല 3 ആളും കൂടി പോകുന്നുണ്ട്. പക്ഷെ അത് സായിക്ക് അറിഞ്ഞുകൂടാ. സായിക്ക് നിബ് തൃശ്ശൂർ വരുന്നുണ്ട്, അതുകൊണ്ട് നിബ് മാത്രമേ വരുള്ളൂ എന്നാണ് വിചാരിച്ചേക്കണേ. ഞാനും അനൻസിയും പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങൾ പറഞ്ഞു പള്ളിയിൽ പോകണം, നാളെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കാണ്. ഇനിയിപ്പം നാളെ എന്താവെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഏതാണ്ട് കുറേ നാൾക്ക് ശേഷം എല്ലാവരും കാണുന്ന ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 12 മണി കഴിഞ്ഞല്ലോ. ഇന്നലെ നമ്മൾ 4 പേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് നിബ് ഓൾറെഡി റേസിലായിരുന്നു. അവിടെ മറ്റേ നോക്കിയുടെ ഫോണാണ് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവള് ഇവിടെ വന്നിട്ടാണ് വീഡിയോ കാണുന്നത്. ഇന്നലെയാണ് വീഡിയോ കണ്ടത്. ഞങ്ങൾ 4 പേരുടെ ജേണി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അവള് ഇന്നലെയാണ് കാണുന്നത്. ലിറ്ററലി നിബ് ഇന്ന് വിളിച്ചിരുന്ന് കരഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമമായി എന്ന് പറയാം. നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇവരൊക്കെ പോവും, അല്ലെങ്കിൽ നാളെ ഇവരൊക്കെ വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും സായ ബാംഗ്ലൂർ പോയി പഠിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇപ്പൊ രാത്രി ഇരുന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെ ഇവരൊക്കെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഫേസിലാണ്. ലൈഫിൽ ഇങ്ങനെ ഇരുന്ന് അറിയാം, എന്നാലും ഇവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവരൊക്കെ കേരളത്തിലെങ്കിലും ഉണ്ടാവും വിചാരിച്ചപ്പോൾ സായ ബാംഗ്ലൂർ പോയി. ഇനിയിപ്പോൾ നമ്മളെന്താ കാണുക, നമ്മുടെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുക, ഓരോന്ന് ഓർമ്മ വരിക. നമ്മളെല്ലാം പെട്ടെന്ന് ഇപ്പോൾ നാളെ തൃശ്ശൂർ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തൃശ്ശൂർ വരുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ ഇവരാരും ഇല്ലാതെ കേൾക്കുമ്പോൾ ശരിക്കും നല്ല ഫീലാവുന്നുണ്ട്, നല്ല വിഷമമാവുന്നുണ്ട്. ഇപ്പോൾ നിബിന്ന് വിളിച്ചിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവിടെ ഒന്നുമില്ല, അവിടെ ലൈക്ക് ഒരു ഫോണിൽ അതിൽ നിങ്ങളുടെ നമ്പർ സേവ് അല്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് 4 പേർക്ക് നല്ല വിഷമമായി. എന്താ ലൈക്ക് ഇവരൊന്നും ഇല്ലല്ലോ എവിടെയാ, അതായത് നിബിൻ്റെ ഒരു ഇതും അറിയുന്നില്ല. എന്നിട്ട് നിബിൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് ഓക്കെ അല്ല, നമുക്കൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഫേസിൽ കൂടെയാണ് കടന്നു പോണേ. നാളെ അപ്പോൾ സായന കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. വെച്ചോടെ സെലിബ്രേഷൻ അന്ന് മാത്രം തോന്നുന്നുണ്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ള. എല്ലാ സായ ചുരിദാറും ഇട്ട് എന്താ പറയുക ഷോളിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. ക്രൈസ്റ്റിലെ 9:52 ഇപ്പം ഞങ്ങളിനി അവിടെ എത്തുമ്പോഴേക്കും സായ പോകുമെന്നറിയില്ല. തോന്നുന്നുണ്ട് നേരെ ട്രെയിനിൽ കയറുന്നുണ്ട്. പെട്ടെന്ന് എന്തായാലും കാണാം. ട്രെയിൻ വന്നത് പറയുന്നത് അല്ലെ, ട്രെയിൻ വരാറെന്ന് പറയുന്നു. ചായപ്പം നമ്മൾ കാണുന്നു. ഇവളെ കാണുന്നില്ല. ഇതാണ് ഞങ്ങളുടെ സ്പൈ വർക്കർ നിബിന്റെ അനിയത്തി. അയ്യോ കാണുന്നില്ല. എന്താ ഞങ്ങൾ നടന്നു വരുമ്പോൾ സായ അവിടെ നിബും സായും കൂടി വീഡിയോ എടുക്കായിരുന്നു. ഞങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ ആണ് ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോളൂ. പോവാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. അവിടെ പോയിട്ട് ഫ്രണ്ട്സിനെ കിട്ടും. എന്നാലും അവസാനമായിട്ട് എന്താ പറയുക, ഫ്രണ്ട്സിനെ കിട്ടും. എന്നെ കൊണ്ടാക്കാൻ നിബു മാത്രം വന്നത്. സൈഡ് ക്ലോസ് പിടിക്കട്ടെ. സായ ഇമോഷണലി കണക്റ്റഡ് ആയി. ഒന്ന് പിടിച്ച സായക്ക് വിഷമായി പറയുന്നത് അറിയില്ല. സായ ഇങ്ങനെ കണ്ടിട്ട് അയ്യോ എന്നെ പറയാ
ഞാൻ അവിടെ നിർത്തിക്കായിരുന്നു ഇവര് വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തരാൻ വേണ്ടിട്ട്. എന്നോട് പറഞ്ഞു നിമ്മി ഫ്ലാറ്റ് വീടി ഇന്ന് മറ്റേ അലോട്ട്മെന്റ് വരല്ലേ. അപ്പൊ ഞാൻ പിന്നെ അലോട്ട്മെന്റ് വരണമെന്ന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ അത് കഴിയുമ്പോ ഇവള് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിച്ചവരോട് പറ്റിക്കാണെന്ന് സാധനം. അപ്പൊ അല്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജോലിങ്ങനെ രാവിലെ എനിക്ക് രാവിലെ നിനക്ക് ഞാൻ രാവിലെ 9 മണിക്ക് മെസ്സേജ് പള്ളിക്ക് പോണം. അപ്പൊ എനിക്ക് അപ്പോഴേക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഡൗട്ടൊക്കെ നിർത്താൻ മതി. പിന്നെ പറഞ്ഞു അവര് പറ്റിക്കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ ഞാൻ ശരി അപ്പനെ കാണുന്നില്ല അവിടെ നടന്നേടാ നിമ്മിയിലെ കൂടെ. ഇതാണ് നിവിന്റെ പുതിയ ഫോൺ. വീഡിയോ എടുക്കട്ടെ നിവ്. ഓ സൂമാക്കാൻ പറ്റും. ഓ സുമിത ആകെ ഞാൻ ജീവിക്കണത് അതിന് വേണ്ടിട്ടാണ്. ജീവന്റെ പകുതിയായ ടാബ്. ജുവലിനെ കട്ടായി തുടങ്ങി. ട്രെയിൻ വന്നു കണ്ടപ്പോ ജുവലിനെ കട്ടായതാണ്. ഭയങ്കരമായിട്ട് ചെയ്തെത്തിക്കാന്ന് പറഞ്ഞില്ല. 2 കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും നല്ല സാറാണ്. ഫിസിക്സ് ഓമിനെക്കൊണ്ട് വരാൻ ചങ്ങായി കണ്ണട ഞാൻ അങ്ങനെ ഇരിക്കണം. വായ പറഞ്ഞ് മനസ്സിലായിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായിട്ടില്ല. അവിടെ ഇരുന്ന് കുറച്ച് മനസ്സിലാക്കും എന്നോട് പറയാ. നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. വെറുതെ കയറി നടക്കുക. 1-2 കടയിൽ കയറി വെറുതെ നടക്കാം. പോണ വഴിയിലത്തെ കടയിലൊക്കെ കയറാം. അതാണ് ഇപ്പൊ ചെയ്തത്. ഞങ്ങളിവിടെ നിവിന്റെ ബർത്ത്ഡേക്ക് ഞാനും സായും അനൻസിയും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അന്നിവിടെ കുറെ നടന്നു. ഒരു പെർഫ്യൂം നോക്കിയിട്ട് ഈ കടയത്തെ എല്ലാ പെർഫ്യൂം എടുത്ത് അടിച്ചു നോക്കി. താൽക്കാലികമായി വിശപ്പ് മാറ്റാൻ നമ്മൾ പത്തൻസ് ഹോട്ടലിലേക്ക് കയറി കാഴ്ചയാണിത്. അതായത് നമുക്ക് വിശന്നു. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയത് കൊണ്ട് നമുക്ക് വിശന്നു. അപ്പം നമ്മൾ ഒരു ദോശ വാങ്ങിച്ച് കഴിച്ച് തിരിച്ചു വന്നു. അതാണ് ഉണ്ടായത്. നിവ് അത് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് സ്കൂളിലത്തെ ആൾക്കാർ കണ്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞങ്ങൾ. അഭിപ്രായം 93% എന്താന്ന് ചോദിക്കണവര് പെർസെന്റേജ് ഒക്കെ ആണോന്ന്. പിന്നെ നമുക്കിതൊക്കെ മതി ധാരാളം. നമ്മൾ അവസാനം എല്ലാ പരിപാടിക്കും നടന്നിട്ട് അവസാനം സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ കണ്ടിട്ട് ഇവരിയ്ക്കുകയാണ്. പിന്നെ കാണില്ലേ, നമ്മൾ കാണാനാണല്ലോ ഇടണേ. ഗൈസ് സക്സസ്ഫുള്ളി നമ്മുടെ പ്ലാൻ വർക്കായി. ഞങ്ങൾ ശരിക്കും പ്രതീക്ഷയില്ല. സായ ഞങ്ങൾക്ക് അയച്ചുതരാനുള്ള വീഡിയോ എടുക്കായിരുന്നു. അവസാനമായിട്ട് മറ്റേ വീഡിയോ എടുക്കായിരുന്നു. ഇനി ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് തിരിയെടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് ന്യൂവിൻ്റെ അടുത്ത് ന്യൂ മാത്രം എന്നെ കൊണ്ടുവരാൻ വന്നുള്ളൂ, നിങ്ങളൊന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിയെടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക്. അയ്യോ ഇത് കണ്ടപ്പോൾ ശരിക്കും എന്താ പറയാ, അയ്യോ കരഞ്ഞടാ ഞങ്ങളെല്ലാവരും. ആദ്യമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരയാന്നൊക്കെ പറഞ്ഞ അയ്യോ എനിക്ക് ശരിക്കും വിഷമമായി. ബട്ട് സം സർപ്രൈസസ് ആർ ഓൾവേസ് സ്പെഷ്യൽ. എന്താ പറയുക, ഹാർട്ടിൽ ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് ആയതാണ് സംഭവം. ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേ, ഒന്ന് പോണതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് നാളെ പള്ളിയിൽ പോകണ്ട സായ, എനിക്ക് വരാൻ പറ്റില്ല, ACCക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ പാവമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ സക്സസ് ആയി, പ്ലാൻ വർക്കൗട്ടായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.